ഇന്നത്തെ എപ്പിസോഡിൽ അബിയും ജലജയും സംസാരിക്കുന്ന മുഴുവനും നവ്യ റെക്കോർഡിൽ പകർത്തുന്നുണ്ട്. അമ്മയും മോനും സ്ഥിരമായിട്ട് ആരും കാണാതെ സംസാരിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അത് നവ്യക്കരം. അവിടെ തന്നെ നവ്യ ഫോണിൽ റെക്കോർഡ് ഓണാക്കി വെക്കുന്നുണ്ട്. വീഡിയോ സഹിതമാണ് നവ്യ റെക്കോർഡാക്കി വെക്കുന്നത്. എന്തായാലും ഇന്നത്തോടു കൂടി അമ്മയുടെയും മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നവ്യ രണ്ടുപേരെയും കയ്യോട് പിടികൂടുന്നുണ്ട് കേട്ടോ. ആ ഒരു കിടലിൻ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നവ്യയെ കാണിക്കുന്നുണ്ട്. ഷോ എത്രയെന്ന് വെച്ചിട്ട് ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുക. നയന ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവളെങ്കിലും ഉണ്ടായിരുന്നു. എന്നാലും ശരിക്കും നയന എന്താ വരാത്തത്? അവൾ ഇടയ്ക്ക് ഡ്രസ്സ് മാറാനെങ്കിലും ഇങ്ങോട്ട് വരുന്നതായിരുന്നു. ഇപ്പൊ അതുമില്ല. അങ്ങനെ നവ്യ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബിയെ വിളിച്ച് ജലജ പതുങ്ങി അവിടുന്ന് പോകുന്നത് കാണുന്നത്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഓ അമ്മയും മോനും അടുത്ത പണി ഒപ്പിക്കാൻ പോവുമായിരിക്കും. എന്തൊരു നന്ദിയില്ലാത്ത ഇനങ്ങളാ നോക്കണേ. എത്രയൊക്കെ ആയാലും ആദർശേട്ടന്റെ അമ്മയുടെ മനസ്സിൽ സത്യമുണ്ട്. അവരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നത് ഇവരൊക്കെ തന്നെയല്ലേ? എന്തായാലും കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് മോൻക്ക് മാറി എന്നുള്ള സംസാരം കൂടുതലാ. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് ഇവരാണെങ്കിലോ? ഇനി അടുത്ത വല്ല പ്ലാൻ ഒപ്പിക്കായിരിക്കും. എന്തായാലും ആ സംഭവത്തിന് പിന്നിൽ ഒന്നെങ്കിൽ ഇവരാകും, അല്ലെങ്കിൽ അനാമിക അവളുടെ അമ്മയും. എന്തായാലും അമ്മയും മോനും സംസാരിക്കുന്നത് കേൾക്കണം. കേട്ടേ പറ്റൂ. ഇവർക്കറിയാം സത്യം എന്താണെന്നുള്ളത്. അതേസമയം തന്നെ കനക നവ്യക്ക് വിളിക്കുന്നുണ്ട്. ഇത് അമ്മയാണല്ലോ. ഹലോ. ആ മോളെ എന്തെടുക്കുക? ഒന്നും പറയണ്ട അമ്മേ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. ആരും സംസാരിക്കാനും കൂടി ഇല്ലായിട്ട് മൊത്തത്തിലൊരു വീർപ്പുമുട്ടൽ. നയനയാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന പോലും ഇല്ലല്ലോ. മോളെ, നയനമോളുടെ അവസ്ഥ എന്റെ മോൾക്ക് മനസ്സിലാക്കിക്കൂടെ? അതൊക്കെ എനിക്ക് അറിയാമേ. എന്നാലും നയനയ്ക്ക് കഴിയുന്നതും ഇവിടെ തന്നെ പിടിച്ചിരിക്കാൻ നോക്കുന്നതാ നല്ലത്. പ്രത്യേകിച്ച് ഇപ്പൊ ആദർശേട്ടനുമായിട്ട് അകലം പാലിക്കാതിരിക്കുന്നത്. ആദർശേട്ടൻ നയനെ ഇപ്പൊ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ. ചിലപ്പോ ഇവരകന്നു നിന്ന ആദർശേട്ടന്റെ മനസ്സ് മാറ്റാനും ഇവിടെ കുറെ പേരുണ്ട്. നയനയാണ് ആ പാലിൽ വിഷം കലർത്തിയതെന്ന് ചിലർ പറഞ്ഞു ധരിപ്പിക്കും. അമ്മയ്ക്ക് ഇവിടെയുള്ളവരൊക്കെ അറിയാലോ. എന്റെ ജീവിതം തന്നെ എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഇനി നയനയുടെ ജീവിതം കൂടി അങ്ങനെ ആകരുത്. മോളെ, ഇനി ഒരിക്കലും ആദർശമോൻ ഒരിക്കലും നയനമോളെ വെറുക്കില്ല. അതൊക്കെ ശരിയാമേ. ആദർശേട്ടന്റെ മനസ്സിൽ സത്യം മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ പറയേണ്ടത് പറഞ്ഞതാ. മോളെ, നയനമോൾ ഇടയ്ക്ക് ഇവിടെ വരുന്നുണ്ടല്ലോ. പിന്നെ ആദർശന്റെ അമ്മയ്ക്ക് അവര് മലയ്ക്ക് പോകുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നതിൽ ഒരു താല്പര്യമില്ല. എനിക്ക് കുറച്ച് ദിവസം കൂടിയല്ലുള്ളൂ. അതുവരെ മാത്രമേ ഇവരിങ്ങനെ പിരിഞ്ഞിരിക്കൂ. എല്ലാം ഒന്ന് കലങ്ങി തെളിയണമേ. ആ മോളെ, ഞാൻ വിളിച്ചത് വേറൊന്നിനല്ല. നയനമോൾ അവിടെ ഇല്ലാത്തതാ. അതുകൊണ്ട് മോള് കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നൊന്നും കഴിക്കാതിരിക്കരുത്. പിന്നെ എനിക്ക് മോളോട് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. അബിക്കിപ്പോ മോളോട് ഇഷ്ടം തന്നെയല്ലേ? ഇത് കേട്ടപ്പോ തന്നെ നവ്യയുടെ മുഖത്ത് വല്ലാത്ത വിഷമം വരാൻ കേട്ടോ. മോളെ, എന്താ മോളെ ഒന്നും മിണ്ടാത്തത്? അബി പഴയ പോലെ തന്നെ ആയോ? മോളിപ്പോ മോളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അമ്മ ചോദിച്ചതാ. അമ്മേ, അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ചിലപ്പോ നല്ല സ്വഭാവമായിരിക്കും, അല്ലാത്തപ്പോ ഒന്നിനും കൊള്ളാത്ത സ്വഭാവമാവും. അപ്പോ അബി പഴയ പോലെ ആയെന്നാലേ മോള് പറയുന്നത്. അച്ഛൻ അന്ന് വന്നപ്പോഴേ അമ്മയ്ക്ക് അത് തോന്നിയിരുന്നു. അമ്മ എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ. മോളെ, എനിക്ക് തോന്നി ആ അബി ഒരു കള്ളനാ. എന്റെ മോള് ആ അബിയോ അവന്റെ അമ്മ കൊണ്ടുതരുന്നതൊന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുത്. അവരെ വിശ്വസിക്കാൻ പോലും പറ്റില്ല. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് മോൾ അവിടെ നിർത്തുന്നതിൽ. മോൾക്ക് അവിടെ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോള് വീട്ടിലേക്ക് പോര്. പ്രസവം വരെ അവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് മോൾക്ക് വീട്ടിൽ പോവാം. വേണ്ട അമ്മേ, ഞാനും കൂടി ഇവിടുന്ന് മാറി നിന്നാ പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ അതൊരു ഉത്സവമായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ നിലനിൽപ്പ് എന്നെ ചിലപ്പോൾ താളം തെറ്റും. നയനിക്കിപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയല്ലേ. തൽക്കാലം ഞാനിവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. എല്ലാവരെയും നോക്കിയും കണ്ടു തന്നെ അമ്മേ ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട. ശരി പോളെ, അമ്മ വെക്കുക. ആ പിന്നെ അമ്മേ, നയന അവിടെ അടുത്തുണ്ടോ? എന്നാ കനകയുടെ അടുത്ത് നയനയുണ്ട് കേട്ടോ. അപ്പൊ കനക പറയുന്നുണ്ട്, ഏയ് ഞാൻ വീട്ടിലോട്ട് പോന്നു മോളെ. അല്ലേലും ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നേ? ശരി അമ്മേ, ഞാൻ നയനയ്ക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഏയ് അത് വേണ്ട മോളെ, നയനമോള് നല്ല തിരക്കിലാ. വെറുതെ മോളെ വിളിച്ച് ടെൻഷൻ ആക്കണ്ട. ഇത് കേട്ടപ്പോ തന്നെ നവ്യക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ശരി അമ്മ എന്നാ വെച്ചോ. ഇതും പറഞ്ഞ് നവ്യ ഫോൺ വെക്കുമ്പോഴാണ് അബി അവന്റെ അമ്മയും എന്തോ ഒപ്പിച്ച് വെച്ച മട്ടില് അവിടുന്ന് പോകുന്നത് കാണുന്നത്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അമ്മയുടെയും മോന്റെ കളകളി ഇന്നത്തോടെ ഞാൻ പൊക്കിത്തരാം. ഇതും പറഞ്ഞ് നവ്യ പോകുന്നത് അബിയും ജലജയും സ്ഥിരം സംസാരിക്കാറുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ നിന്നിട്ടാണ് ഇവര് പല കുരുട്ടുബുദ്ധികൾ ഒപ്പിക്കാറ്. ഇവിടെയാണ് അമ്മയും മോനും സ്ഥിരം സംസാരിക്കാറുള്ളത്. എന്തായാലും ഒളിഞ്ഞും പാത്തും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അവര് വരൂ. പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പൊ തന്നെ അബിയും ജലജയും അവിടുന്ന് വരുന്നത് നവ്യ കാണുന്നത്. അപ്പൊ തന്നെ നവ്യ ഫോണിൽ റെക്കോർഡും ക്യാമറയൊക്കെ ഓണാക്കി സെറ്റ് ചെയ്ത് അവിടുന്ന് വെച്ചിട്ട് പോവാട്ടോ. ഈ പോകുന്നത് ജലജ അബിയും കാണുന്നുണ്ട്. അമ്മയും മോനെ എങ്ങോട്ടാ? അപ്പൊ ജലജ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, നിങ്ങൾക്ക് നാണൊന്നുമില്ലേ? ഇതെന്റെ ഭർത്താവാ. ഇങ്ങനെ എന്റെ കൂടെ നടക്കുന്നേക്കാളും കൂടുതൽ നിങ്ങളെ കൂടെ ഏത് സമയവും. അതിനെങ്ങനെയാ ഇവന്റെ തലയിലെ കളിമണ്ണ. അതിന്റെ കൂടെ നിങ്ങളുടെ ഉപദേശം കൂടി ആയ ഇവ മൊത്തത്തിലൊരു പരാജയമായി പോവും. ദേ നവ്യെ, നിനക്കിപ്പോ എന്ത് വേണം? ചുമ്മാ ആവശ്യമില്ലാതെ എന്നോട് അമ്മയോടും വഴക്കിടാൻ വരുവാണോ?
ആവശ്യമില്ലാതെ വഴക്കിടാൻ വരുമല്ല. ഗർഭിണിയായൊരു ഭാര്യ ഇവിടെയുണ്ട് എന്ന് എന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ഒരു വാക്ക് ചോദ്യം, അതൊന്നും അവന്റെ അടുത്തില്ല. അവന്റെ കുഞ്ഞെന്റെ വയറ്റിൽ കിടക്കുന്നത്. എടി, ഞങ്ങള് പറഞ്ഞു എന്റെ മോന്റെ കുഞ്ഞിനെ നിന്റെ വയറ്റിൽ കൊണ്ട് നടക്കാൻ. നിനക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയേക്ക്. അമ്മയ്ക്കും മോൻക്കും അതാണ് താല്പര്യം എനിക്കറിയാം. എന്നാ അത് നടക്കാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ നീ അതിനെ ചുമന്നോട് നടന്നോടി. വെറുതെ ഞങ്ങൾ എന്തിനാ അതിലേക്ക് വലിച്ചിടുന്നേ? നീ ഒന്ന് വന്നേ അബി. ഇവളോടൊക്കെ സംസാരിച്ച് വെറുതെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതും പറഞ്ഞ് ജലജ അബിയുടെ കൈ വലിച്ച് അവിടുന്ന് പോവാണ് കേട്ടോ. ഇത് നവ്യക്ക് വലിയ രീതിയിൽ സങ്കടാവുന്നുണ്ട് കേട്ടോ. നവ്യ എന്തായാലും വിഷമിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോണ്ടാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. നവ്യ, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ല ആദർശേട്ടാ. ഒന്നുമില്ലാതെ ഒരാൾ വെറുതെ കരയോ? എന്തു പറ്റി നവ്യേ? അബിയോ അപ്പച്ചി എന്തേലും പറഞ്ഞോ? നവ്യൊന്നും മിണ്ടാതെ കണ്ടപ്പോ ആദർശ് പറയുന്നുണ്ട്. അപ്പൊ അബിയോ അപ്പച്ചി എന്തോ പറഞ്ഞു. നവ്യ, നിനക്ക് അവരെ രണ്ടുപേരും അറിയില്ലേ? ഏത് സമയം കുത്തുവാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ നോവിക്കാൻ മാത്രമേ അവർക്കറിയൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നവ്യക്ക് അറിയാലോ. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. അബിയുടെ സ്വഭാവം നമുക്ക് പതിയെ മാറ്റിയെടുക്കാം. ഒരച്ഛനില്ലാതെ വളർന്നുകൊണ്ട് തന്നെ അബിക്ക് എല്ലാ ബുദ്ധിമോശങ്ങളും അവന്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാ. അപ്പച്ചിയെ നവ്യക്ക് അറിയാലോ. നല്ലതായി ഒന്നും അവരവരുടെ മകൻകായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ജനിച്ച മുതൽ വളഞ്ഞ വഴികൾ സ്വീകരിച്ച അവൻ ഇതുവരെ എത്തിയത്. പണ്ടൊക്കെ അവൻ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഒപ്പിക്കുമ്പോൾ അതൊക്കെ ഏറ്റെടുക്കാറ് ഞാനായിരുന്നു. എന്നാൽ അവന് വളർന്നു വലുതായപ്പോ അവനോടൊപ്പം അവൻ ചെയ്യുന്ന കാര്യങ്ങളും വലുതായി. അതുകൊണ്ട് അവനെ മാറ്റിയെടുക്കാൻ സമയമെടുക്കും. താനിപ്പോ ഗർഭിണിയാ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കരുത്. അത് കുഞ്ഞിനെയും ബാധിക്കും. പിന്നെ പറയാൻ വിടുന്നതാ, ഈ സമയത്ത് നന്നായിട്ട് ഹെൽത്ത് നോക്കണം. പ്രത്യേകിച്ച് നയനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. നിന്റെ കാര്യങ്ങളൊക്കെ കഷ്ടമായിരിക്കും എന്നറിയാം. അബി നിനക്കെന്തേലും വാങ്ങിച്ചെന്നില്ലെങ്കിൽ അത് എന്നോട് പറയാൻ മടിക്കരുത്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അബിയുടെ സ്വഭാവം ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ. നവ്യ, അങ്ങനെ ചിന്തിക്കുന്നതാ തെറ്റ്. അതൊക്കെ മാറും. അവൻ അവന്റെ അമ്മയെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അമ്മ പറഞ്ഞു തരുന്നതൊന്നും മകന്റെ നല്ലതിനല്ലെന്ന് അവൻ മനസ്സിലാക്കും. ആദർശേട്ടാ, അതൊക്കെ പോട്ടെ. നയന എവിടെ? കുറെ ദിവസമായാലോ അവളെ ഇങ്ങോട്ട് കണ്ടിട്ട്. അവൾ എന്താ ഇങ്ങോട്ട് വരാത്തത്? അവക്കെന്തേലും കുഴപ്പമുണ്ടോ? ഞാൻ അവളെ പലതവണ വിളിച്ചപ്പോഴും ഒരിടറി ശബ്ദത്തിൽ അവള് സംസാരിക്കാറ്. ഇത് കേട്ടപ്പോ തന്നെ ആദർശനൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, നയനക്കൊരു കുഴപ്പമില്ല. അവള് ഹോസ്പിറ്റലിൽ ഓരോ കാര്യമായിട്ട് തിരക്ക് പിടിച്ച് നടക്കുക. അല്ല, അവളിപ്പോ വീട്ടിലല്ലേ? ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. വീട്ടിലിട്ട് പോയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആദർശേട്ടാ, നിങ്ങളൊക്കെ എന്നോട് കള്ളം പറയുന്ന പോലെ തോന്നുന്നു. നയനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം നവ്യേ? ഒരു പ്രശ്നവുമില്ല. അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും. പിന്നെ എന്റെ അമ്മ ഓരോന്ന് പറയല്ലേ, ഞാനും അവൾ ഒരുമിച്ച് ഒരു മുറിയിലേക്ക് കിടക്കരുതെന്ന്. അവിടെ തൊട്ടാണല്ലോ അമ്മയ്ക്ക് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. അങ്ങനെ നോക്കിയപ്പോ നയന വീട്ടിലേക്ക് പൊക്കാളാന്ന് എന്നോടാ പറഞ്ഞത്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടന്റെ സംസാരത്തിൽ തന്നെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. ആദർശേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യസന്ധമായിട്ട് എനിക്ക് ഉത്തരം തരണം. എന്താ നവ്യ? ആദർശേട്ടാ, നയനയാണോ ആദർശേട്ടന്റെ അമ്മയ്ക്ക് ബ്ലഡും ലിവറും ഒക്കെ കൊടുത്തത്? ആര് പറഞ്ഞു? നയനയൊന്നുമല്ല. അതിപ്പോ ഏതോ ഒരു കുട്ടിക്ക് അങ്ങനെ ദാനം തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അത് കിട്ടിയത്. അല്ലാതെ നയനയൊന്നുമല്ല. പ്രത്യേകിച്ച് നയനയുടെ ഹെൽത്തിനെ കുറിച്ച് നവ്യക്ക് അറിയാലോ. ശരി, എനിക്ക് ഒരു സംശയം പോലെ. അതാ ആദർശേട്ടൻ ഞാൻ അങ്ങനെ ചോദിച്ചത്. ആദർശേട്ടൻ പൊക്കോ. ശരി നവ്യ. ഇതും പറഞ്ഞ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നവ്യ ഇങ്ങനെ കരുതുന്നുണ്ട്, അല്ല, ഞാനവിടെ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അവരുടെ സംസാരം എന്തായാലും കഴിഞ്ഞു കാണും. ഇതും പറഞ്ഞ് നവ്യ ഫോൺ എടുക്കാൻ വേണ്ടി വെച്ച സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ അബിയും ജലജയൊന്നും കാണുന്നില്ല. അവര് സംസാരമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോയിട്ടുണ്ട്. എന്തായാലും നവ്യ കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഒളിപ്പിച്ചു വെച്ചത്. സൂക്ഷിച്ചും കണ്ടൊക്കെ നവ്യ ആ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില സത്യങ്ങളൊക്കെ നവ്യ കേൾക്കുന്നത്. ഇത് കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ് നവ്യ. ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ളതൊക്കെ നവ്യക്ക് നല്ല വെടിപ്പിലും വൃത്തിക്കും മനസ്സിലാവുകയാണ് കേട്ടോ. എന്തായാലും നവ്യയുടെ കയ്യിൽ നല്ലൊരു അടാറ് തെളിവാണ് കിട്ടിയിരിക്കുന്നത്. നവ്യ ഇനി ഇത് എന്ത് ചെയ്യും? മുത്തശ്ശിനെ കൊണ്ട് കാണിച്ചു കൊടുക്കൂ. എന്തായാലും ടെസ്റ്റുകൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തിക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതെന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് യെസ് ഓർ നോ ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.